നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ പേര് ദിവ്യയാണെന്ന് വെച്ച് നിനക്ക് ദിവ്യഗർഭം ഉണ്ടാവോ? പറയടി, ആരോടി നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ? പറയാനല്ലേ പറഞ്ഞത്? ചേച്ചി ചേച്ചി എന്തായി കാണിക്കുന്നേ? പ്രതാപ, എനിക്കറിയണം, അവൻ ആരാണെന്ന് പറയടി, പറയാൻ. ചേച്ചി, അത് സാറ് പറഞ്ഞിരുന്നത് പോലെ DNA റിസൾട്ട് വന്നപ്പോ തന്നെ ജേക്കബ് സാറ് ഇതെന്നെ ഏൽപ്പിച്ച് നേരെ ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഇതാ സാർ. ജേക്കബ് എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. താങ്ക് യു. വെൽക്കം സാർ. ദിവ്യേ, ഇങ്ങ് വാ. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള DNA റിസൾട്ടായത്. കുഞ്ഞിന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഈ റിപ്പോർട്ടിലുള്ളത് ആരുടെ പേരാണെങ്കിലും അയാൾ നിന്നെ ഭാര്യയായി സ്വീകരിച്ച് ജീവിതകാലം മുഴുവനും നിന്റെ ഭർത്താവായി നിന്റെ ഒപ്പം തുടരും. ആരും അതിനൊരു തടസ്സമായി നിൽക്കില്ല. അത് എന്റെ ഉറപ്പാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ? അറിയാം സാർ. ഇത് വായിക്കാൻ. ദിവ്യ, കുഞ്ഞിനെ ഇങ്ങത്താ. എന്തേ കാണിക്കുന്നെ? എന്താ ഇത്? വർമ്മ സാറ്, എന്നോട് ക്ഷമിക്കണം. ദിവ്യ, നീ ഇത് എന്താ കാണിച്ചേ? ദിവ്യ, ദീപക് സാറല്ല എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. അത് നുണയായിരുന്നു സാർ. എന്താ എന്ത് ദിവ്യ നീ പറയുന്നേ? നിനക്കിത് എന്ത് പറ്റി? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ നുണ പറയുന്നേ? ഞാൻ പറഞ്ഞത് നുണയല്ല, സത്യമാ. എന്റെ കുഞ്ഞ് ദീപക് സാറിന്റെ അല്ല. കള്ളി, പേരും കള്ളി. ഞാൻ നിങ്ങളോട് എല്ലാരോടും പറഞ്ഞതല്ലേ ഇവളുടെ കുഞ്ഞ് എന്റെ മകന്റെതല്ലാന്ന്. ഇവള് കാശിന് വേണ്ടി നുണ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞതിന് ആരെങ്കിലും 10 കാശിന്റെ വില കൽപ്പിച്ചോ? പറയാൻ, ആരാടി നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ? നിന്റെ പേര് ദിവ്യയാണെന്ന് വെച്ച് നിനക്ക് ദിവ്യഗർഭം ഉണ്ടാവോ? പറയടി, ആരാടി നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ? പറയാനല്ലേ പറഞ്ഞത്? ചേച്ചി ചേച്ചി എന്തായി കാണിക്കുന്നേ? പ്രതാപ, എനിക്കറിയണം, അവൻ ആരാണെന്ന് പറയടി, പറയാൻ. ചേച്ചി, അത് എന്റെ അമ്മാവന്റെ മകനാ, കണ്ണ്. കാശിന് വേണ്ടിയാ ഞങ്ങള്. കേട്ടല്ലോ,
എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മകനല്ലാന്നും അതവളുടെ മുറച്ചെറുക്കനാണെന്നും മനസ്സിലായല്ലോ. ദിവ്യ, ഇനി പറ, ഇവളെ ഞാൻ എന്ത് ചെയ്യണം? ഇവളുടെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണം? അംബിക മേഡം, ഞങ്ങൾ ഉപദ്രവിക്കരുത്. ധർമ്മ സാറേ, ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഞാനും ഈ കുഞ്ഞും ഇനി കാരണക്കാരാവില്ല. എന്നെ ഈ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോവാൻ സാർ അനുവദിക്കണം. ഞങ്ങള് എവിടെയെങ്കിലും പൊക്കോളാം. ഒരിക്കലും ഇങ്ങോട്ടിനി തിരിച്ചു വരില്ല. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് അറിയാം. എന്നെ പോവാൻ അനുവദിക്കണം. അതെ, അല്ലെങ്കിലും പോലീസിനെ വിളിച്ചു വരുത്തി ഇതൊരു കേസാക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം ആർക്കോ പിറന്ന ഈ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പൊക്കോണം. പൊയ്ക്കോളാം മേഡം, ഞാൻ പൊയ്ക്കോളാം. ദിവ്യ എവിടേക്കാ? വേണ്ട. അതെ, അവൾ എവിടേക്കെങ്കിലും പൊക്കോളൂ. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. അച്ഛൻ അച്ഛൻ പോലെന്ന് പറയച്ച. അച്ഛൻ ദിവ്യ നിക്ക്. ദിവ്യ മേഡം, ദിവ്യ ഞാൻ പറഞ്ഞോട്ടെ. ദിവ്യ നിക്ക്. ദിവ്യ, നിക്ക് ദിവ്യ. എന്തായി കാണിക്കുന്നേ? പറയുന്ന ദിവ്യ, കേക്ക് ദിവ്യ. പറയുന്ന കേക്ക് ദിവ്യ. ദിവ്യ കിട്ടിയോ രാജു? ആ പേപ്പറിലുണ്ടോ? ഇല്ല മാഡം, DNA പേപ്പറൊക്കെ ദിവ്യ വലിച്ചു കയറി കളഞ്ഞിരിക്കുക. അവന്റെ പേര് കാണേണ്ട ഭാഗമൊക്കെ വലിച്ചങ്ങ് കയറിയിരിക്കുക. ഒന്നും മനസ്സിലാവുന്നില്ല. ശ്ശേ. ദിവ്യ അങ്ങനെ പറഞ്ഞെന്താ? ഇനി ശരിക്കും ദിവ്യ പറഞ്ഞതുപോലെ അവളുടെ മുറച്ചെറുക്കം തന്നെ ആയിരിക്കോ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ? ഏയ്, ഒരിക്കലും അല്ല മാഡം. ജീവിത സാഹചര്യങ്ങള് മോശമാണെങ്കിലും ക്യാഷിന് വേണ്ടി ഒരിക്കലും നുണ പറയുന്ന പെണ്ണല്ല ദിവ്യ. അതും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തില്. ഇല്ല രാജു, എവിടെയോ നമുക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.